പ്രത്യേകിച്ച് ആളും കൂട്ടും വലിയ ഇതൊന്നും കാണൂല, ആൾക്കൂട്ടങ്ങളും മറ്റൊന്നും കാണൂല. ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തിൻ്റെ ദാവത്താണ്? ബാത്തിൻ്റെ ദാവത്താണ്. എന്നാൾ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ബാത്തിൻ്റെ ദാവത്ത് കാണുന്നു. ബാത്തിൻ്റെ ദാവത്ത് നടന്നപ്പോൾ എത്രത്തോളം വലുത് കാണിച്ചാൽ, ഒരു ഫിലിം ഇറങ്ങി, സിനിമ ഖാനെ ഖുദ, എന്താ പേര്? അള്ളാന്റെ വീട്. ഖാനെ ഖുദ, അള്ളാന്റെ വീട് എന്നുള്ള പേര് പോലും അള്ളാന്റെ വീട് എന്നുള്ള ഒരു സിനിമ ഇറങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ, ആ നാട്ടിലുള്ള കൃഷ്ണ തിയേറ്ററിൽ നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തതാണ്. നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു. ആ രീതിയിൽ മുസ്ലിമുകളെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി നോക്കി. പിന്നെ വേറൊരു സിനിമ ഇറങ്ങി, 10 കമാൻഡ്മെന്റ്സ്. ഈ രീതിയിൽ മുസ്ലിമീങ്ങളെ മോശമായ വഴിയിലേക്ക്, ബാത്തിന്റെ വഴിയിലേക്ക് കൂടി ഇന്ന് പല വഴി കൂടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പല കാണാൻ പറ്റാത്ത മാധ്യമങ്ങൾ കൂടിയെല്ലാം ബാത്തിന്റെ വഴിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ സഹോദരന്മാരെ ഇന്ന് അൽഹംദുലില്ലാഹ് ഹക്കിന്റെ പരിശ്രമം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ കാണിച്ചെന്ന രീതിയിൽ ഇന്ന് ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഇന്ന് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ദീന്റെ, ഈ ദഅവത്തിന്റെ, മസ്തൂറാത്തിന്റെ രീതിയിൽ പരിശ്രമം, സ്ത്രീകളുടെ ഇടയിലുള്ള പരിശ്രമം അൽഹംദുലില്ലാഹ് വലിയ രീതിയിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വീടുകളിലും സ്ഥിരമായ രീതിയിൽ തഅലീം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ അൽഹംദുലില്ലാഹ് അടുത്ത പ്രദേശത്തുള്ള സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് പുരുഷന്മാർ കാണാത്ത രീതിയിൽ തഅലീമും സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മാസത്തിലൊരിക്കൽ തന്റെ മഹ്റമീങ്ങളായ പുരുഷന്മാരുടെ കൂടെ സ്ത്രീകളും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരു 3 ദിവസം ജമാഅത്തുകൾ പുറപ്പെടാറുണ്ട്. പുരുഷന്മാർ അതേ രീതിയിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ 4 മാസം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടും. വർഷത്തിൽ ഒരു 40 ദിവസം, എല്ലാ മാസവും ഒരു 3 ദിവസം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നുണ്ട്. ഇത് മുഖാന്തരം അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ പരിശ്രമം മുഖാന്തരം ലോകത്തിന്റെ മുക്കിലും മൂലയിലും വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ. ഒരു കാലത്ത് രാത്രി ഭാര്യയും മക്കളും പേടിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ പിതാവ് രാത്രി സമയം മദ്യപിച്ച് ലക്കില്ലാത്ത രീതിയിൽ വീട്ടിലേക്ക് കയറി വരും. എന്നിട്ട് വീട്ടിൽ മുട്ടുന്നതിന് പകരം ചവിട്ടിപ്പൊളിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന തൻ്റെ മാതാവിനെ ആക്രമിക്കുന്ന കാഴ്ച മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, ഭാര്യയെ ചവിട്ടുന്നൊരവസ്ഥ കണ്ടുകൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്ന വീടുകളിൽ ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെട്ട ജമാഅത്തുകൾ പുറപ്പെട്ട് പരിശ്രമിച്ച മുഖാന്തരം ആ വീട്ടിലുള്ള മോശമായി ജീവിച്ചിരുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും രാത്രി സമയങ്ങൾ എഴുന്നേറ്റ് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്ത്, തന്നിൽ വന്നുപോയ പാവങ്ങളെല്ലാം പുറത്ത് ദുആ ചെയ്ത് രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുന്ന ഒരവസ്ഥ, മക്കളെല്ലാം മാഫിദീങ്ങളും മാലിന്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് അൽഹംദുലില്ലാഹ് വലിയ നാടുകളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറഞ്ഞ സമയത്തുള്ള കുറച്ച് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ലോകത്ത് വലിയ മാറ്റത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. സഹാബത്തുകളായ സ്ത്രീകളോട് യഹൂദികളായ സ്ത്രീകൾ വന്ന് പറയുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിട്ടിട്ട് പോയല്ലോ എന്ന് പറയുന്ന സമയത്ത് അവർ പറയും, ഞങ്ങൾക്ക് തരുന്നവൻ പോയിട്ടില്ല, കൊണ്ടുതരുന്നവനെ പോയിട്ടുള്ളൂ. ഞങ്ങൾക്ക് തരുന്നവൻ പോയിട്ടില്ല, കൊണ്ടുതരുന്നവനെ പോയിട്ടുള്ളൂ. സൗരന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ഒരു 4 മാസം 40 ദിവസം അയച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവർ പോയി ഓരോ നാടുകളും പോയി അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, ദീനിനെ കുറിച്ച് പറഞ്ഞു, ആഖിറത്തെ കുറിച്ച് ഉണർത്തി. ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജമാഅത്തിൽ പുറപ്പെട്ട് അവർ ചെയ്യുന്ന അമലുകളും അവർ മുഖാന്തരമായെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അവരെല്ലാം ചെയ്യുന്ന അമലുകളുടെയും പ്രതിഫലം നമുക്കും വീട്ടിലിരുന്ന് കിട്ടാനത് കാരണമായിത്തീരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ പരിശുദ്ധമായ ദീന്, അതിൻ്റെ പേരിൽ നമ്മളും ഇൻഷാ അല്ലാഹ് നമ്മളുടെ സമയങ്ങൾ, നമ്മുടെ സമ്പത്ത്, ശരീരമെല്ലാം കുറച്ച് സമയം കൊടുക്കുകയും നമ്മുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരെല്ലാം അവരുടെ മാർഗത്തിൽ പുറപ്പെടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സഹോദരിമാരെ നാളെ ആഖിറത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹിനോട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ കൂടിയ ആളുകൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഒന്നാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും സ്വന്തമായിക്കൊണ്ട് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ജുസെങ്കിലും ഖുർആൻ ശരീഫ് പോകുന്നൊരു പതിവ് റമദാൻ അല്ലാത്ത ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് ശീലം ഉണ്ടാക്കി തീർക്കണം. രാവിലെയും വൈകുന്നേരം തസ്ബീഹാത്തുകൾ നിഷ്ഠയോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടി, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നൊരു പതിവ് ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും. നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി പറഞ്ഞു വെക്കുകയും, സ്ത്രീകളാണ് നിങ്ങൾ വീട്ടിൽ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ തന്നെ നിസ്കാരം ഖളാഅത്ത രീതിയിൽ മുന്നും പിന്നെയുള്ള സുന്നത്തായ നിസ്കാരം നിഷ്ഠയോട് നിർവഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു ശീലം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരെയും കുട്ടികളെയും
ആ പാല് കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് വീട്ടിലൊരു സ്ഥലം നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് തഅലീം സ്ഥിരമായ രീതിയിൽ വീട്ടിൽ വായിക്കപ്പെടുന്ന ഒരു ശീലം നമ്മൾ വീട്ടിലുണ്ടാക്കി തീർക്കും. അഞ്ചാമതായിക്കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ യാത്ര അയക്കുന്നതിന് അവർ പുറപ്പെടുന്നതിന് നമ്മൾ സഹായികളായിത്തീരണം, അവരെ ഓർമ്മപ്പെടുത്തണം, അവർക്ക് ആ ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ സഹായികളായിത്തീരണം. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്തു പോയി. കണ്ണ് കാണാത്ത അസ്മാ റളിയല്ലാഹുവിൻ്റെ പിതാമഹൻ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു പേരക്കുട്ടികളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് മക്കളോട് ചോദിച്ചു, നിങ്ങളെ വാപ്പ ഒന്നും തരാതെ ഇവിടുന്ന് പോയില്ലേ എന്ന് ചോദിച്ച സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ഒരു വീട്ടിൻ്റെ ഒരു മൂലയിൽ ഒരു പൊത്തിൽ കുറച്ച് കല്ലടുക്കി വെച്ചിട്ട് ഒരു ശീല അതിൻ്റെ മുകളിലിട്ടു. ഉപ്പാപ്പാൻ്റെ കൈയെടുത്ത്, കണ്ണ് കാണാത്ത ഉപ്പാപ്പാൻ്റെ കൈയെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇല്ല ഉപ്പാപ്പ, വാപ്പ ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ആ സമയത്ത് സാധാരണ രീതിയിൽ ഉപ്പ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോയി. ഉപ്പാപ്പ വന്നു കഴിഞ്ഞാൽ ഉപ്പാപ്പാനോട് സങ്കടം പറയാൻ പറ്റിയ ഏറ്റവും വലിയ ആളാണ്. പക്ഷേ അവിടെ പോലും വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പറയാതെ ഉപ്പാപ്പാനെ പോലും ആ സമാധാനപ്പെടുത്തി അയച്ചു ബഹുമാനപ്പെട്ട ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മളും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിലും ഇൻഷാ അല്ലാഹ് അവരെയും ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമ്മൾ പ്രേരണ ചെയ്യും. ഈ 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിഷ്ഠയോടുകൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ഈ തഅലീമിൽ നമ്മൾ സ്വന്തമായി പങ്കെടുക്കുകയും ഇൻഷാ അല്ലാഹ് അതോടുകൂടി നമ്മൾ അറിയാവുന്ന മറ്റുള്ള സ്ത്രീകളോട് അത് പറഞ്ഞ് ഇങ്ങനെ തഅലീമിൻ്റെ സദസ്സ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഇൻഷാ അല്ലാഹ് പങ്കെടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ഇന്ന് കേരളത്തിൽ മുഴുവൻ സ്ത്രീകളുടെ വലിയ മാറ്റത്തിന് കാരണമായിത്തീരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു സ്ഥലത്ത് തഅലീം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വീട്ടിൽ തഅലീം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ കയ്യിന് പോലും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് പോകുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ആ സ്ത്രീ കൂടെയുള്ള ഫ്രണ്ടിനോട് പറഞ്ഞ്, നീ ഇവിടെ നിൽക്കുക, എൻ്റെ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് എന്നുള്ളത്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുക, ഞാൻ വേഗം പോയിട്ട് വരാമെന്നാണ്. വണ്ടി അവിടെ നിർത്തി. കയറിപ്പോകുന്ന സമയത്ത് പറഞ്ഞ്, നീ കൂടെ വന്നേക്ക്, രണ്ടാൾക്ക് പോയിരിക്കാലോ, ആൻറ്റിക്ക് നിന്നെ കാണുകയും ചെയ്യാലോ. അവിടെ കയറിയിരുന്നു. ആ സമയത്ത് അവിടെ ആ റൂമിൽ തഅലീം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തഅലീം വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒരാൾ 5 വക്ത് നിസ്കാരം ശരിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ 5 രീതിയിൽ ബഹുമാനിക്കും. അതിനുശേഷം നിസ്കാരത്തിൽ അലസത കാണിച്ചാൽ 15 രീതിയിൽ അദാബുണ്ട്. ഈ ഒരു ഹദീസാണ് വായിക്കുന്നത്. ഇത് കേട്ടതോടുകൂടി ആ സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പിന്നെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. ഇന്ന് വലിയ കേരളത്തിൽ മുഴുവൻ വലിയ മാറ്റങ്ങൾക്ക് ആ സ്ത്രീ കാരണമായിത്തീർന്നു, വലിയ മാറ്റത്തിന് ആ സ്ത്രീ കാരണമായിത്തീർന്നു. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ ഈ ബയാൻ നടക്കുന്നുണ്ട് നിങ്ങൾ വരീൻ എന്ന് പറഞ്ഞ് മാത്രം വരുന്നവരാകരുത്. മറിച്ച് എല്ലാ ആഴ്ചയിലും ഇൻഷാ അല്ലാഹ് തഅലീം നടക്കും. അതിനുശേഷം ശേബാത്ത് മുദാക്കരയും നടത്തും. അതിൽ നിഷ്ഠയോടുകൂടി ആഗ്രഹത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുകയും വേണം, മറ്റുള്ളവർ പങ്കെടുപ്പിക്കുകയും വേണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തൗഫീൽ മറാട്ടെ. നിങ്ങൾ വന്നിട്ടുള്ള ഈ ഓരോ സ്ത്രീകളും ഇൻഷാ അല്ലാഹ് നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം മുദാക്കര ചെയ്യും. എന്നിട്ട് ഓരോരുത്തരും മാറി ഇരുന്ന് കൂടി ഇരുന്നിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് തശ്കീനുള്ള സമയമാണ്. 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പരസ്പരം നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറയും. എന്നിട്ട് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭർത്താക്കന്മാരെ, വീട്ടിലുള്ള പുരുഷന്മാരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പറഞ്ഞേക്കാൻ വേണ്ടി ആര് തയ്യാറുണ്ടോ ആ ഭർത്താക്കന്മാരുടെ പേരുകൾ എഴുതി, അവരുടെ ഫോൺ നമ്പർ എഴുതി, എത്ര സമയത്തേക്കാണ് കാര്യം എഴുതി. അതേപോലെ ഇൻഷാ അല്ലാഹ് വന്നവരിൽ പല ആളുകളും 3 ദിവസം മസ്തൂറാത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അവരും ഇൻഷാ അല്ലാഹ് പേര് കൊടുക്കും. 3 ദിവസം മസ്തൂറാത്തിൽ പോകാൻ ആഗ്രഹമുണ്ടത് ആ മാസം കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന മാസം നമ്മൾ പോകാൻ തയ്യാറാണ്. ഇനി 3 പ്രാവശ്യം 3 ദിവസം പോയാലാണെങ്കിൽ 10 ദിവസം മസ്തൂറാത്തിൽ പോകാൻ തയ്യാറാണ്. ഏത് മാസത്തിലാണെങ്കിൽ ആ മാസം കൂടി കൊടുത്തോളി. 10 ദിവസം പോകാൻ തയ്യാറായി 10 ദിവസം പോയാലാണെങ്കിൽ 40 ദിവസം ഇൻഷാ അല്ലാഹ് പോകാനുള്ള അനുവാദമുണ്ട്. അതിൻ്റെ പേരുകൾ കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഡൽഹി നിസാമുദ്ദീനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അൽഹംദുലില്ലാഹ് അവിടെയുള്ള വലിയ പല ഭാഗങ്ങളിൽ വിദേശ രാഷ്ട്രങ്ങളിലുള്ള ജമാഅത്തുകളൊക്കെ വന്നിട്ടുണ്ടാവും. അവർ കൂടിയിരുന്ന് ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 40 ദിവസത്തിന് പേര് കൊടുക്കും. 40 ദിവസം പോയി വിദേശത്തേക്ക് പോകാനുള്ള അനുവാദമുണ്ട്. അതിൻ്റെ പേരുകൾ കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് മാറാട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ദുആ ചെയ്യും. അതേപോലെ വീട്ടിൽ ഇൻഷാ അല്ലാഹ് തഅലീമിൻ്റെ അസായും പറഞ്ഞു, ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് വീട്ടിൽ തഅലീം നടക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ തഅലീം നടക്കുന്നില്ല, തഅലീമിൻ്റെ കിതാബ് ഞാനില്ല, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തഅലീം കിട്ടിയ ഞാൻ വീട്ടിൽ തഅലീം നടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇവർ വീട്ടുകാരോട് പറയണം. വീട്ടിൽ തഅലീമിൻ്റെ കിതാബ് എടുക്കാനുള്ള ഏർപ്പാടുകൾ ഇവർ ചെയ്തു തരും.
അതുകൊണ്ട് ഇൻഷാല്ലാ ആരൊക്കെയാണോ വീട്ടിൽ അതേപോലെ തഅലീം ദിവസേന നിശ്ചയം വായിക്കാൻ തയ്യാറുള്ളത് അവരും പേര് കൊടുക്കും. വീട്ടിലെ തഅലീം ഇൻഷാല്ലാ ഒരു സമയം നിശ്ചയിക്കണം, സ്ഥലം നിശ്ചയിക്കണം. ഒരു 10-15 മിനിറ്റ് ഇൻഷാല്ലാ മലയാളത്തിലുള്ള കിതാബാണ്, മലയാളത്തിൽ ദിവസേന വായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് മറാട്ട്.